മുതുക്ക് ചെറുക്കൻ. ഞാൻ മാരീഡ് ആണ്. സിംഗിൾ ആണ്. എനിക്കൊരു വൈഫുണ്ട്, നല്ലൊരു സുന്ദരിയായ മോളുണ്ട്. ഞാൻ മാരീഡ് ആണ്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്ലാമി ഗംഗയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ നമ്മുടെ ഗ്ലാമി ഗംഗയുടെ കല്യാണം. ഗ്ലാമി ഗംഗയെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഞാൻ ഗ്ലാമി ഗംഗ ആരാന്ന് പറഞ്ഞു തരാം. വർഷങ്ങളായിട്ട് പിന്നെ ഉള്ള ഒരു ബ്യൂട്ടി വ്ളോഗറാണ് നമ്മുടെ ഗ്ലാമി ഗംഗ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിലേക്ക് കടന്നു വന്ന ആദ്യ കാലഘട്ടത്തിൽ കടന്നു വന്ന ഒരു ഗ്ലാമി ഗംഗയും ഇപ്പോഴുള്ള ഗ്ലാമി ഗംഗയും ആ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ആ ഒരു ഗ്ലാമി ഗംഗയല്ല ഇപ്പോഴത്തെ ഗ്ലാമി ഗംഗ എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ പണ്ടൊക്കെ പിന്നെ കാണാറുണ്ടായിരുന്നു ഗ്ലാമി ഗംഗയുടെ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുള്ള വ്യക്തി തന്നെയാണ്. കാര്യം അന്നെന്ന് പറയുമ്പോഴത്തേക്കും തീരെ താഴത്ത് നിന്ന് കയറി വന്ന് ഒരു വലിയ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പിന്നെ പെൺകുട്ടിയാണ് ഈ ഗ്ലാമി ഗംഗ. സ്വന്തം അധ്വാനത്തില് യൂട്യൂബില് മണി പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ടാണ് അധ്വാനിച്ച് വലിയൊരു നിലയിൽ ഇപ്പൊ എത്തിയത്. സ്വന്തമായിട്ട് വീട് വെച്ചു, കാർ വാങ്ങിച്ചു. അതുപോലെ തന്നെ നല്ല രീതിയിലാണ് പുള്ളിക്കാരി ഇപ്പൊ ജീവിക്കുന്നത്. കല്യാണവും കഴിഞ്ഞു. ഇപ്പൊ പഴയ ഗ്ലാമി ഗംഗയിൽ നിന്നും ഇത്രയും ഗ്രോത്തും യൂട്യൂബ് വഴി ഇത്രയും ഗ്രോത്ത് ഉണ്ടായ ഒരു ഗ്ലാമി ഗംഗ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത്. ശരിക്കും യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ജീവിതം മാറ്റിമറിച്ച ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞത്. ഇവര് ഇടയ്ക്ക് വെച്ച് ഒരു ഗ്യാങ് ആയിട്ട് കുറെ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഓരോ ഇത് എന്താണ് ഈ മെൻസസ് ആവുന്ന ഒരു പെയിൻ അറിയിക്കുന്ന ഒരു വീഡിയോ, അങ്ങനെ കുറെ ഈ എല്ലാരും കൂടെ കുറച്ച് ആമ്പിള്ളേരും കൂടെ ഓരോ വീഡിയോ ചെയ്യുമായിരുന്നു. അതിനകത്ത് ഒരാളാണെന്നുള്ള രീതിയിൽ ഗംഗ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ പോകുന്ന. ഒരുപാട് പേര് ഓരോ കമന്റ് ഇട്ടിട്ടുണ്ട്, ആളായിരിക്കും ഈ ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പേരും വെച്ചിട്ട് ഓരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരുടെയും ആ ഒരു ഇത് മാറ്റിമറിച്ചുകൊണ്ടാണ് ഇന്നൊരു വ്യക്തിയാണ്, അപ്പു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഇതാണ് ഗ്ലാമി ഗംഗ പറഞ്ഞത്. ഇവരുടെ കൂടെ ഈ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ ഈ അപ്പു എന്ന് പറയുന്നത്. ആരെ കല്യാണം കഴിക്കുന്നതിന് കൊണ്ട് നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ആര് വേണേലും കല്യാണം കഴിച്ച് ഗ്ലാമി ഗംഗ സന്തോഷത്തോടെ ജീവിക്കട്ടെ, അത്ര പറയുള്ളൂ. പക്ഷേ ഇവിടെ ഒന്നുമല്ല പ്രശ്നം വേറൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞ ആ ഒരു ആളെ റിവീൽ ചെയ്തതിന് ശേഷം അതിന്റെ അടിയിൽ വന്ന ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഈ അപ്പൂനെ റിവീൽ ചെയ്തതിന് ശേഷം ഇന്ന ആളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് റിവീൽ ചെയ്തതിന് ശേഷം ഒരുപാട് കമന്റ്സ് ആണ് വന്നത് അടിയിൽ. ചിലപ്പം ഈ അപ്പൂന്റെ നാട്ടുകാരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അപ്പൂനെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും കമന്റ് ഇട്ടത്. ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പോലെ ഈ ഒരു പിന്നെ ഇവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ഈ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഗംഗ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇവര് മറുപടി പറയും. അങ്ങനെയൊക്കെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന അപ്പുവിന്റെ രണ്ടാം വിവാഹമാണ് എന്നുള്ള കാര്യമാണ് അതിനകത്ത് റിവീൽ ചെയ്തത്. ഈ ചെറുക്കൻ പറയുന്നുണ്ട്, ഞാൻ മാരീഡ് ആണ്, എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ഒരു കൊച്ചുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പു. അത് കൂടാണ്ട് ഇതിന്റെ അടിയിൽ താഴത്ത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇത് രണ്ടാം കല്യാണമാണ്, ആദ്യത്തെ പെണ്ണ് എന്ത് ചെയ്തു, എങ്ങോട്ട് പോയി, നമുക്കതൊന്നും അറിയണമല്ലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താണ് ഡിവോഴ്സ് ആകാനുള്ള കാര്യം, എന്നിട്ട് അവളെ ചതിച്ചിട്ടാണ് ഇവളെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ അപ്പു എന്ന് പറയുന്ന വിഷ്ണു എന്നാണ് പുള്ളിക്കാരുടെ പേര്. അപ്പൊ ആ വിഷ്ണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. മുതുക്ക് ചെറുക്ക ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പോവാം. ഓക്കെ, നമുക്ക് ചെറുക്കനെ വിളിക്കാം. സോ ദിസ് ഈസ് ദ പയ്യൻ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മുതുക്ക് ചെറുക്കൻ. അപ്പം മുതുക്ക് ചെറുക്കനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പേരും കാര്യങ്ങളൊക്കെ പറയും. ഓഫ്കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ പുള്ളി പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം. ബിക്കോസ് കാരണം ഇത് ഞങ്ങൾ കുറെ നേരമായിട്ട് ഇൻട്രോ കൊടുക്കണം. നിങ്ങളിവിടെ ചിരി പച്ചല്ല അങ്ങനെ ഇരുന്ന് ചിരിക്കണ്ട. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഒരു എഡിറ്ററാണ്, ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. എന്റെ സ്ഥലം വന്നിട്ട് ഉച്ചക്കട, അതായത് ബാലരാമപുരത്തിന് അടുത്തൊക്കെ ആയിട്ട് വരും. അതായത് എനിക്ക് ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോണെന്ന് പറയുന്ന വീഡിയോയിൽ തന്നെ ഒരുപാട് കമന്റ് ഉണ്ട്, എവിടെ ചെറുക്ക, അവിടെ എന്തിന് ഇത്രയും വലിച്ചു നീട്ടണെന്നൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മനഃപൂർവ്വമല്ല, കാരണം ചെറിയ തിരക്കുകൾ കാരണമാണ്, സാഹചര്യങ്ങൾ കാരണമാണ് നമുക്ക് പറ്റാത്തത്. പിന്നെ ഞങ്ങൾക്ക് ഒരു മരണമൊക്കെ വന്നു. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഒട്ടും പറ്റിയില്ല കുറച്ച് ദിവസത്തേക്ക്. അങ്ങനെ കുറച്ച് ഇതായിരുന്നു. സോ നമ്മള് ഈ ഫെബ്രുവരിയില് നമ്മുടെ എന്താണ് എൻഗേജ്മെന്റ്, യെസ്, നമ്മുടെ എൻഗേജ്മെന്റ് ആണ് ഫെബ്രുവരിയില്. ആൻഡ് ഈ വർഷം എന്തായാലും വെഡിങ് കാണും. ആൻഡ് ഓക്കെ, ആൻഡ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയില് പറഞ്ഞ പോലെ തന്നെ അവരുടെ എൻഗേജ്മെന്റും കാര്യങ്ങളും മാരേജും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
ഈ ഒരു വീഡിയോസിന്റെ താഴത്ത് വന്ന കമന്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്. പിന്നെ ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും പടച്ചു വിട്ട ഓരോരുത്തര് ഭാവി വരൻ വിവാഹ മോചിതനോ പെൺകുഞ്ഞിന്റെ അച്ഛനും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ താഴെ കുറെ കമന്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞ ഈ കുട്ടിക്കുള്ള എല്ലാ ചിലവും ഗംഗ കൊടുക്കണമെന്നും അച്ഛൻ ആയതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി വേണമെന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് പിന്നെ അവളെ അവൻ ഊറ്റുമെന്നും പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ട് അവളെ അവൻ ഊറ്റും എന്ന് പറഞ്ഞിട്ട് കാശ് കണ്ടിട്ടാണ് അവൻ അവളെ കല്യാണം കഴിക്കുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഗംഗയെയും വിഷ്ണുവിനെയും കുറിച്ച് ഒരുപാട് മോശം കമന്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? അവര് ഡിവോഴ്സ് ആയല്ലോ, പിന്നെ വേറെ കെട്ടുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പിന്നെ വരുന്നത് ഈ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ നല്ലൊരു ചെക്കനെ കിട്ടത്തില്ലേ എന്ന് പറഞ്ഞ് വേറെ കമന്റ്. ഏറ്റവും കൂടുതൽ വന്ന കമന്റ് എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഈ അപ്പുവിനെ കുറിച്ച്. ഈ മൊണ്ണേനെ ആണ് കിട്ടിയത്, അല്ലെങ്കിൽ ഈ ഉറക്കം തൂങ്ങിനെയാണ് ഈ ഗംഗയ്ക്ക് കിട്ടിയത്. ഗംഗയ്ക്ക് ഇതിലും നല്ലൊരു ചെറുക്കനെ കിട്ടുമായിരുന്നല്ലോ, നല്ല അടിപൊളി ചെറുക്കനെ കിട്ടുമായിരുന്നല്ലോ, ഈ ഗംഗയ്ക്ക് എന്താ ബോധമില്ലേ, കണ്ണിക്കുരുവായിരുന്നു എന്നൊക്കെ ഒത്തിരി കമന്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ അപ്പുവിന്റെ പേഴ്സണൽ ലൈഫിൽ എന്താ സംഭവിച്ചെന്നോ, എന്താ കാര്യം, എന്താണ് ഡിവോഴ്സ് ആയെന്നോ നമുക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, അവര് ഡിവോഴ്സ് ആവാനുള്ള കാര്യം ഗ്ലാമി ഗംഗയാണെന്ന്. ഒരുപാട് മോശം രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച്. പിന്നെ വേറെ കുറച്ച് വിഭാഗം ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അവരെങ്ങനെയെങ്കിലും അവരുടെ ജീവിതം ജീവിച്ചു പോട്ടെ, നിങ്ങൾ എന്തിനാ അവരുടെ ലൈഫിൽ കയറി ചൊറിയാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ് അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് ഈ ഗ്ലാമി ഗംഗയെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് വിഷമമുണ്ട് ഈ ഒരു മാരേജ് ചെയ്തതിന്. കാര്യം അവരെ സ്വന്തം മോളെ പോലെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ രണ്ടാം കെട്ടുകാരനെ കെട്ടി, ഒരു കൊച്ചുള്ള ഒരു പുള്ളിക്കാരനെ കെട്ടി, ഞാൻ വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പിന്നെ വീടും അങ്ങനെ എന്ന് വെച്ചാൽ ഭയങ്കര ഇത്. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ഓർക്കണം, ഗ്ലാമി ഗംഗയ്ക്ക് ഇതൊന്നും ഇല്ലായിരുന്നു, ഒരു സാധനവും ഇല്ലായിരുന്നു. ഒന്നും ഇല്ലാത്തിടത്ത് നിന്ന് വന്നതാണ് ഗ്ലാമി ഗംഗയും. സ്വന്തം വീട് പോലും ഇല്ലായിരുന്നു. ശരിക്കും അവരുടെ ജീവിതത്തിൽ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഗ്ലാമി ഗംഗ എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇപ്പം അപ്പു എങ്ങനെയാണോ ഉള്ളത് അതിനേക്കാളും മോശം സിറ്റുവേഷനിൽ നിന്നാണ് പുള്ളിക്കാരി കയറി വന്നത്. പിന്നെ വിഷ്ണുവിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനും പറ്റത്തില്ല, കാര്യം നമുക്കൊന്നും അറിയത്തില്ല. അപ്പോ ഈ പുട്ടുകുറ്റി എന്ന് പറയുന്ന ചാനലില് ഗ്ലാമി ഗംഗയും ഈ പുട്ടുകുറ്റി ഈ ഫ്രണ്ട്സ് ടീം എല്ലാം കൂടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗെയിം പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിഷ്ണുവിന്റെ കുറച്ച് കാര്യങ്ങൾ അതിൽ വിഷ്ണു പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഓരോ ആൾക്കാർ ഈ ഒരു വിഷ്ണുവിന്റെ കാര്യങ്ങൾ അറിഞ്ഞത്. എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. മാരീഡ് ആണ്, സിംഗിളാണ്. എനിക്കൊരു വൈഫും ഉണ്ട്, നല്ലൊരു സുന്ദരിയായ മോളും ഉണ്ട്. മോളെ പേര് അമയ ബി. സിംഗിളാണ്. സിംഗിള്. എന്തായാലും ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം പുള്ളിക്കാരൻ അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇവര് തമ്മിൽ, ഭാര്യയും പിന്നെ അപ്പവും തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നാണ് മിക്കവരും കമന്റ് ഇടുന്നത്. ഈ ഒരു സമയത്ത് ഇവർ തമ്മിൽ ഡിവോഴ്സ് ഒന്നും അല്ല, ഈ ഗ്ലാമി ഗംഗയുമായിട്ട് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് പിന്നെ അവർ തമ്മിൽ ഡിവോഴ്സ് ആയതാണോ, അങ്ങനെയൊക്കെ ഉള്ള ചർച്ച എല്ലാവരും തമ്മിൽ നടന്നത് ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇവരുടെ ജീവിതം തകരാൻ കാരണം ഗംഗയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അപ്പുവിന്റെ ഫസ്റ്റ് വൈഫും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണമായിരിക്കും പിരിഞ്ഞത്. അല്ലാതെ നമ്മൾ ഓരോന്ന് പറഞ്ഞു ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും അപ്പുവിന്റെ ആദ്യത്തെ വൈഫും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ് അവർ തമ്മിൽ ഒരുമിച്ച് പോകാൻ കഴിയാത്ത കൊണ്ട് അവരെന്തായാലും ഡിവോഴ്സ് ആയി. ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. പറഞ്ഞില്ല. എന്റെ വീട്ടിലിപ്പോ റൈറ്റ് നൗ അച്ഛൻ, അമ്മ, ചേച്ചിയുടെ കൊച്ച്, അളിയൻ, അമ്മാവ, ഇത്രയും പേരാണ്. പിന്നെ 2 പേരുണ്ട്, ബെല്ലയും സിംബയും. ബെല്ല പട്ടി, സിംബ. കണ്ടില്ലേ, ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ കൊച്ചും ചേച്ചിയുടെ ഭർത്താവും പിന്നെ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇനി അടുത്ത വേറൊരു ഇന്റർവ്യൂ ഉണ്ട്, ഈ കുറെ നാൾക്കൊക്കെ മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. എന്തായാലും ആങ്കർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അപ്പൊ വിഷ്ണുവിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് കേട്ടിട്ട് വരാം. അപ്പൊ നിങ്ങളുടെയൊക്കെ ലൈഫില് പ്രണയം ഉണ്ടോ? എന്താണ് അവിടെ നിന്ന് തുടങ്ങിയത്? അവിടെ ഇങ്ങനെ അവിടെ ചോദിച്ചാൽ വിഷ്ണു ഇത്രയും മിണ്ടാതിരുന്നതിന്റെ കാരണം എനിക്ക് തോന്നുന്നു പറയട്ടതല്ലേ, പ്രണയം ഉണ്ടോ വിഷ്ണു? വിഷ്ണു മകളുണ്ട്. അയ്യോ, കണ്ടാ പറയുന്നില്ല. വിഷ്ണു ചേട്ടനായിരുന്നു. അപ്പൊ ചേട്ടല്ല, 26 ആയിരുന്നു. പ്രണയമായിരുന്നോ? അതെ. ആഹാ. കണ്ടില്ലേ, 26 വയസ്സേ ആയിട്ടുള്ളൂ. പ്രണയ വിവാഹമായിരുന്നു, അതിനകത്ത് ഒരു മകളും ഉണ്ട്. അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രണയവും ഉണ്ട് എന്നുള്ള കാര്യം അപ്പുറത്തുനിന്ന് ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്. അതെന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല.
അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഇപ്പുറത്ത് വന്നിട്ട് ഗ്ലാമി ഗംഗയെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ ഇവര് തമ്മിൽ ഡിവോഴ്സ് ആകാൻ കാര്യം ഗ്ലാമി ഗംഗയാണ്. കൂടെ കേട്ടോ. സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ടാണ് കമന്റ് ബോക്സിൽ പോയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തായാലും അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫാസ്റ്റ് ചകഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഗ്ലാമി ഗംഗയും അപ്പുവും തമ്മിൽ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഡിവോഴ്സ് ആയി എങ്കിൽ ഓക്കെ. ഇവര് തമ്മിൽ ഗ്ലാമി ഗംഗയും അപ്പുവും തമ്മിൽ നല്ല രീതിയിലാണ് പോകുന്നത്, ഇനി അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ പോയാൽ കൊള്ളാം. എന്തായാലും ഈ പറയുന്ന ഗ്ലാമി ഗംഗയ്ക്കും പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വന്നിട്ട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വന്നിട്ട് ഗ്ലാമി ഗംഗ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഗ്ലാമി ഗംഗ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ട് വന്ന ഒരു വ്യക്തിയാണ്. കാര്യം അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അമ്മയെ ഇട്ട് അടിക്കുന്നതും കല്ലെറിയുന്നതും, സാരി ഗ്ലാമി ഗംഗയുടെ അമ്മയുടെ സാരി എടുത്തു കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞെന്ന് ഗ്ലാമി ഗംഗയോട് കെട്ടിത്തൂങ്ങി ചാകാൻ പറഞ്ഞെന്ന്, അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗ്ലാമി ഗംഗ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗ്ലാമി ഗംഗയും ഫാമിലിയും നല്ലപോലെ ആലോചിച്ചിട്ട് എടുത്തൊരു തീരുമാനമായിക്കൂടെ ഇത്? ആണ്, നല്ല രീതിയിൽ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. അതുകൊണ്ട് ചിലപ്പോ ഇനി തെറ്റത്തില്ല, നല്ലതായത് കൊണ്ടായിരിക്കും. എന്തായാലും എല്ലാരും പറയുന്ന പോലെ ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു കാര്യം പറയണമെന്നുള്ള ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയും കൂടെ കാണാം. ഒരാളെ കല്യാണം കഴിക്കുന്നേക്കാളും എന്നെ അറിയാന്നുള്ള ഒരാൾ കല്യാണം കഴിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം, എന്നെ അറിയാന്നുള്ളത്. അതേപോലെ പക്ഷെ ഇപ്പൊ വെച്ചാൽ എനിക്ക് അങ്ങോട്ട് അറിയാം അവനെ അവനെ മനസ്സിലാക്കുന്നത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് പക്ഷെ എനിക്കത് ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. അതായത് ഈ പുള്ളിക്കാരൻ വെച്ചാൽ ഇങ്ങനെ പുറമെ ഇങ്ങനെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നടക്കും, പക്ഷെ വലിയ മതിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതായത് എന്നെക്കാളും 10 ഇരട്ടി ഹൈറ്റിലുള്ള ഒരു മതിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു 3 അമിതാഭ് ബച്ചൻ കയറി നിന്ന് എത്ര പൊക്കം വരും? 5 അധികം വെച്ചിരിക്കട്ടെ. കാരണം എത്ര ഹൈറ്റ് വരും? അത്രയും വലിയൊരു മതിൽ കെട്ടിച്ചിട്ടുണ്ട്. ആ മതിലിനപ്പുറത്തുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ ഈസിയാണ്, പക്ഷെ ആ മതിൽ കടന്നു പോകണം. അതായത് ഇപ്പൊ പുറമെയുള്ള അപ്പു എന്ന് പറയണം, എനിക്കൊരു ചില്ല അപ്പാണ്. എനിക്കറിയാം ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. പെട്ടെന്ന് ഒരു ദിവസം അറേഞ്ച്ഡ് മാരേജ്, അങ്ങനെ ഒരു വീട്ടുകാരെ ഉറപ്പിക്കുന്ന കല്യാണമെങ്കിൽ പെട്ടെന്ന് ഒരാളെ അറിയാത്ത ഒരാളെ പെട്ടെന്ന് പോയി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പാടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ അറിയാവുന്ന ഒരാളെ തന്നെ നല്ലപോലെ ചുറ്റുപാടും കാര്യങ്ങളും ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാവുന്ന ഒരാളെ തന്നെ കല്യാണം, അത് ഫസ്റ്റ് മാരേജോ സെക്കൻഡ് മാരേജോ എന്ത് ആയിക്കോട്ടെ, അറിയാവുന്ന ഒരാളെ തന്നെ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാക്സിമം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അടുത്ത് പറയുമായിരുന്നു, നിനക്ക് നല്ലൊരാൾ ലൈഫിൽ വരും, നീ ആഗ്രഹിച്ച പോലെ ഒരാള്. അപ്പൊ എനിക്ക് ഭയങ്കര ആരും എന്റെ ലൈഫ് എന്നാലും പോയി. ഞാൻ അപ്പോഴും വിചാരിച്ചില്ല, ഇപ്പോഴും വിചാരിച്ചില്ല. നല്ലത്, താങ്ക് യു. കാരണം ഇപ്പൊ തന്നെ എന്നെ ഇത്രയും മനസ്സിലാക്കി ഇത്രയും നേരം പറഞ്ഞത് തന്നെ കാണാൻ മനസ്സിലാവുമല്ലോ എന്തുമാത്രം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആരെയും ചൂഴി നോക്കാനോ എനിക്ക് അവൻ എന്നെയോ ചൂഴി നോക്കാൻ പറ്റൂല. പക്ഷെ ഒരു വിധം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത്രയും പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷം. കാരണം എന്താ പറയാ, ഒരാൾ മറ്റൊരാളെ പറ്റി പറയുമ്പം അപ്പോഴേ മനസ്സിലാവുള്ളൂ അയാളെ വില എന്താണെന്ന്. അതുപോലെ എന്റെ വില മനസ്സിലാക്കി തന്ന ഒരാളുമാണ്, എന്റെ വാല്യൂ എന്തെന്ന് മനസ്സിലാക്കി തന്ന ഒരാളുമാണ്. അതിപ്പം നല്ല കുറച്ച് ആൾക്ക് മുന്നെയാണ്. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട്. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഇതായത് കൊണ്ടാണല്ലോ ഈ ഒരു കല്യാണം കഴിച്ചത്. പിന്നെ വേറൊരു കാര്യം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഈ സംസാരിക്കുന്നതൊക്കെ. ലൈഫിൽ 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നേ അൺഇൻസ്റ്റാൾ ആയി പോവുക, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് പുതിയൊരു വെർഷനായിട്ട് മാറി. സൂപ്പർ. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, അത് കറക്റ്റ് ആണ്. അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, എന്നിട്ട് പുതിയ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ. ഞാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എനിക്ക് വേണം. എനിക്ക് എപ്പോഴും തരുന്ന പോലെ നിങ്ങളുടെ വീട്ടിലൊരു മെമ്പർ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ നിൽക്കൂലേ, അപ്പം എന്നെ അതേപോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള. സോ ഇനി അങ്ങോട്ട് നിങ്ങളുടെ വീട്ടിലെ ഒരാളായിട്ട് നിങ്ങൾ കാണാം. ശരിക്കും ഗ്ലാമി ഗംഗ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ടല്ലോ, നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടല്ലോ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഗ്ലാമി ഗംഗ ഒരിക്കലും ഒരു പുള്ളിക്കാരി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. കാര്യം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇതിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് കൂടാണ്ട് പിന്നെ പുള്ളിക്കാരിക്ക് അറിയാം അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ കണ്ടു വളർന്ന ഒരു പെണ്ണാണ്. അപ്പൊ അതുകൊണ്ട് അറിയാം എങ്ങനെ ഒരാളെ ചൂസ് ചെയ്യണം. ഇത്രയും കുറെ നാൾ പരിചയമുള്ളത് കൊണ്ടാണല്ലോ ആ പുള്ളിക്കാരനെ കല്യാണം കഴിക്കാം. എന്തെങ്കിലും ഒരു ഗുഡ് ക്വാളിറ്റി കണ്ടിട്ടാണല്ലോ അപ്പുവിനെ കല്യാണം കഴിക്കാവുന്ന പുള്ളിക്കാരി തീരുമാനിച്ചത്. അപ്പൊ എന്തായാലും അവരെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എല്ലാവരും ഇങ്ങനെ ബാഡ് കമന്റ് ഇടുന്നതൊക്കെ ഒഴിവാക്കുക. അവരവരുടെ ജീവിതം ജീവിക്കട്ടെ. എല്ലാവരും അവരുടെ ലൈഫിലേക്ക് പോയി അലമ്പുണ്ടാക്കാണ്ടിരിക്കുക. ഞാൻ ഈ റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഓരോ കമന്റും കാര്യങ്ങളും കാണുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.